മകനവിടന്ന് കിടന്ന് ഉറങ്ങുകയാണ് ബഗ്ദാദിന്റെ മണ്ണില്. ഒരുപാട് ബഗ്ദാദിന്റെ ചരിത്രങ്ങളും കഥകളും കേൾക്കുന്ന പെങ്ങളെ, ഉമ്മ കിടന്ന ഒരു മകൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്. മകനിക്ക് അല്ലാഹു ഒരുപാട് സമ്പത്തുകൾ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് കൊട്ടാരങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് മണിമാളിക കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കിടക്കുമ്പോ അതാ ഒരു കിനാവ് കാണുന്നു. ആ കിനാവിൽ ആരാണ് വരുന്നത് എന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ഉമ്മ വന്നിട്ട് പറയുന്നു, മോനെ, ഉമ്മ തനിച്ചാടാ, നിന്നെ എത്ര നോക്കിയതാണ്, നിന്നെ എത്ര പഠിപ്പിച്ചതാണ്, നിന്നെ എത്ര വളർത്തിയതാണ്. പക്ഷേ ഉമ്മ ഖബറിലാണ്. ഈ ഖബറിന്റെ ഉള്ളിൽ തനിച്ച് കിടക്കുന്നതിന്റെ വേദന ഒരാൾക്കും അറിയൂല. അതുകൊണ്ട് നിനക്കത് മനസ്സിലാകണോ? നീ കിടക്കുന്ന റൂമിൽ നിന്ന് ഒരൽപ്പം വെളിച്ചം പോലും വരാതെ നീ ഒന്ന് അടച്ചിടുക. അത് മാത്രവുമല്ല, 3 ദിവസം നീ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. അങ്ങനെ മകനവിടെ നിന്ന് തീരുമാനിച്ചു. ജനാലകളൊക്കെ അടച്ചു, വെളിച്ചം വരുന്ന എല്ലാ സ്ഥലവും അടച്ചു. ഒരു രശ്മി പോലും ഇതിന്റെ ഉള്ളിലേക്കൊന്ന് കിടക്കൂല. 1ാമത്തെ ദിവസം കിടന്നപ്പോഴേ സങ്കടമായി, 2ാമത്തെ ദിവസം കിടന്നപ്പോഴേ സങ്കടമായി, 3ാമത്തെ ദിവസം കതകു തുറന്ന് മകനങ്ങ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയുന്നു, വല്ലാ, അല്പം പോലും ഇരുട്ടിന്റെ ഉള്ളിൽ കിടക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. സഹോദരങ്ങളെ, എല്ലാ ദിവസവും 2:30 മുതൽ 3/4 മണിക്കൂർ നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കഥനത്തിന്റെ കണ്ണീര് പറയുമ്പോ ബഗ്ദാദിന്റെ മണ്ണിലുള്ള ചെറുപ്പക്കാരൻ പുറത്തിറങ്ങിയിട്ട് വിളിക്കുകയാണ്, വേണ്ട, എന്തോരിട്ടാട്, എന്ത് പ്രയാസമാ. അന്ന് മകനവിടെ നിന്ന് രാത്രി വന്ന് കിടന്നുറങ്ങുമ്പോ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ കടന്നു വരുന്നുണ്ട്. ആ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ കടന്നു വന്നിട്ട്, പടച്ചവനേ, അല്ലാഹുവേ, അവിടെ നിന്ന് നിറഞ്ഞ മനസ്സോടെ കിടന്നുറങ്ങുമ്പോ ഉമ്മ കിനാവിൽ വന്നിട്ട് പറയാ, മോനെ, നിനക്ക് ഒരു ദിവസം പോലും അതിന്റെ ഉള്ളിലൊന്ന് കിടക്കാൻ കഴിയുന്നില്ലല്ലോ. ഞങ്ങളത്ര കൊല്ലമായടാ കിടന്നിട്ട്, ഞങ്ങളത്ര കൊല്ലമായടാ ഇതിന്റെ ഉള്ളിൽ കിടന്നിട്ട് വേദനകളും സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ഈ ഖബറിന്റെ ഉള്ളിൽ ഞങ്ങൾ കിടക്കുകയാണ്. അതുകൊണ്ട് മോനെ, പവിത്രമായ പരിശുദ്ധമായ ഈ ദിവസങ്ങളിൽ, രാവുകളിൽ അല്ലാ, നീ ഞങ്ങളെ ഓർക്കണേ, നീ ഞങ്ങളെ മറക്കല്ലേ, നീ ഞങ്ങളെ സങ്കടപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട പുന്നാര ഉമ്മ അവിടെ നദാ സുബ്ഹാനല്ലാഹ് മകന്റെ കിനാവിൽ നിന്ന് മറഞ്ഞു പോവുകയാണ്. പ്രിയപ്പെട്ട പൊന്നമകൻ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. മകൻ അവിടെ നിന്ന് ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് അവിടെ നിന്ന് പറയാണ്, ഉമ്മ, ഈ കണ്ണീര് കാണാൻ കഴിയില്ല, കഥനത്തിൻ ഭാരം ഇറക്കാൻ കഴിയില്ല, വല്ലാത്തൊരു വേദന ഖബറിന്റെ ഉള്ളിൽ, എന്തോ ഇരുട്ടായി ഞാനും ഈ ചേലിയില. ആ റൂം അങ്ങ് തുറന്ന് പുറത്തിറങ്ങി. എല്ലാവരെയും മകൻ വിളിച്ചിട്ട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവരെ, നിങ്ങളുടെ ഉപ്പാനെ മറക്കല്ലേ, നിങ്ങളുടെ ഉമ്മാനെ മറക്കല്ലേ. കാരണം എന്തെന്നറിയോ? അടച്ചിട്ടിരിക്കുന്ന ഒരു ഇരുമ്പിന്റെ പെട്ടിയായി നിങ്ങൾ സംഭവിക്കുക. അടച്ചിട്ടിരിക്കുന്ന ഒരു ഇരുമ്പിന്റെ പെട്ടിയായി നിങ്ങൾ സങ്കല്പിക്കുക. അതിന്റെ 4 ഭാഗത്തുമാണി കൊണ്ട് അടിച്ചു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ 4 ഭാഗത്താണി കൊണ്ടടിച്ചാൽ പിന്നീട് അവിടെ നിന്ന് പുറത്തുനിന്ന് സൂര്യൻ ഉദിച്ച് ആ പെട്ടിയുടെ പുറത്ത് വന്നിരുന്നാൽ പോലും അല്ലാഹുവേ, അവിടെ നിന്ന് ഒരു രശ്മി പോലും അകത്തേക്കൊന്ന് കടക്കില്ല. ഒരു രശ്മി പോലും അകത്തേക്കൊന്ന് കടക്കൂല. അത്രയും സങ്കടമാണ്. വല്ലാത്തൊരത്ഭുതമാണ്. ഒരു രശ്മി പോലും കടക്കില്ല. അങ്ങനെ സങ്കല്പിക്ക്. എല്ലാവരും ഒന്ന് പറയുമോ, നാളെ വീട്ടിലേക്ക് നിങ്ങൾ പോയിട്ട് എന്റെ മുമ്പിൽ വരണം. നാളെ നിങ്ങൾ നേരം വെളുത്താൽ വൈകുന്നേരം വരെ റൂം അടച്ചിട്ട് ഉള്ളിലിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു വിട്ടു. എല്ലാരും വീട്ടിലേക്ക് പോയി. റൂം അടച്ചിരുന്നു. നേരത്തെ വന്നിട്ട് പറയുന്നു, വല്ലാ, പറ്റൂല, അതിന്റെ ഉള്ളിൽ അത്രയും നേരം പിടിച്ചിരിക്കാൻ പറ്റൂല. എന്തോ ഒരു സങ്കടമാണ്.
ഒരു വെളിച്ചം പോലും ഇല്ലാതെ ആ കബറിന്റെ ഉള്ളിൽ എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും മടങ്ങി വരികയാണ്. പടച്ചവനെ, ആ സമയത്താണ് സങ്കടത്തോടെ വേദനയോടെ പ്രിയപ്പെട്ടവൻ പറയുന്നത്, എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ, ഞാൻ ഈ ഖബറിന്റെ ഉള്ളിൽ ഇരുട്ടത്താണ്, വല്ലാത്ത കുടുസാണ്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മജ്‌ലിസ് ഒരു ദിവസം പോലും മുടങ്ങാതെ കാണുന്ന പെങ്ങളെ, ചെറുപ്പക്കാരാ, എല്ലാ ദിവസവും ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ ഉമ്മാനെ ഓർക്കണ്ടേ നമുക്ക്, ബാപ്പയെ ഓർക്കണ്ടേ നമുക്ക്, അവർക്കൊന്ന് ദുആ ചെയ്യണ്ടേ നമുക്ക്. അല്ലാഹുവേ, എന്റെ ഉമ്മ പറഞ്ഞത്, മോനെ, മരിച്ചിട്ട് എത്ര വർഷങ്ങളായി, ഇന്നും ഇതിന്റെ ഇരുട്ടറയിലാണ്, വല്ലാത്ത പ്രയാസമാണ്. ഈ കഥകൾ കഴിഞ്ഞത് ബഗ്ദാദിന്റെ മണ്ണിൽ എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞു. ഉമ്മ പറഞ്ഞു, മോനെ, ഖിയാമത്ത് നാൾ വരെ ഉമ്മ ഈ ഖബറിന്റെ ഉള്ളില് കൂരിരുട്ടത്ത് കിടക്കണ്ടേ, അതുകൊണ്ട് ഉമ്മാനെ മറക്കല്ലേ എന്നവിടെന്ന് ഉമ്മ വിളിച്ചു പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, പടച്ചവനെ, നിങ്ങൾ മനസ്സിലാക്കുമോ? അവിടെ വേദനയോടെ മകൻ പറയാണ്, സഹോദരാ, എന്റെ ഉമ്മ മരിച്ചിട്ട് എത്രയായി വർഷങ്ങളായി, ഇന്നും കൂരിരുട്ടിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഉമ്മയെ ഓർക്കുമോ? നിങ്ങളെ ബാപ്പയെ ഓർക്കുമോ? നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് കടന്നു വരുമോ? എല്ലാവരും കേട്ടപാട് ഓടുകയാണ്, പള്ളിപ്പറമ്പിലേക്ക് ഓടുകയാണ്, ഖബർസ്ഥാനിന്റെ അരികിലേക്ക് ഓടുകയാണ്. ചെന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറയുന്നു, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഖബറിൽ കിടക്കുന്ന ഉമ്മയുടെ ഖബറിന്റെ അരികത്ത് പോയി മക്കൾ ദുആ ചെയ്തു. അന്ന് രാത്രിയിൽ പല മക്കളും അവരുടെ പ്രിയപ്പെട്ട ഉമ്മയെ, അവരുടെ പ്രിയപ്പെട്ട ബാപ്പയെ കിനാവിൽ ഇങ്ങനെ കാണുകയാണ്. അൽഹംദുലില്ലാഹ്, ഇന്നലെ വരെ ഖബറിന്റെ ഉള്ളിൽ വേദനയാണ്, സങ്കടമാണ്, പ്രയാസമാണ്. ഇന്നെന്റെ അരിമ മക്കള് എന്റെ ഖബറിന്റെ അരികത്ത് വന്നില്ലേ. അതുകൊണ്ട് പടച്ചോനെ, അല്ലാഹു ഞങ്ങളുടെ പാപങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. പാപമെല്ലാം നീക്കി റബ്ബ് സങ്കടത്തെ മാറ്റി, കബറിടം പ്രകാശമാലെ പൂരിതം പരത്തി, വെണ്ണിലം വിളി പോലെ വീശും വെണ്ണിലാവഴകാണേ, തൊളി മഹബൂബരെ പാടങ്ങളും നിറവാണേ. ആ ഖബറിന്റെ ഏകാന്തതയുടെ മുഖാന്തതയിൽ തനിച്ചു കിടക്കുന്നവരെ ഓർക്കാൻ പറ്റുമോ? നിങ്ങളുടെ മക്കളെ കൊണ്ട്, സഹോദരങ്ങളെ കൊണ്ട്, പ്രിയപ്പെട്ടവരെ കൊണ്ട് ഫാത്തിഹ ഓതിപ്പിച്ച് ദുആ ചെയ്ത് നല്ല മനസ്സോടുകൂടി കടന്നു വരണം. ഖബറിൽ കിടക്കുന്ന ഉപ്പാക്കും ഉമ്മാക്കും ഇന്നത്തെ ദിവസം നിങ്ങളെ കൊണ്ട് ഒരു സന്തോഷത്തിന്റെ ഒരു വഴി അവർക്ക് ലഭിക്കണം. അതിനു വേണ്ടുന്ന എല്ലാ നിങ്ങൾ ഓരോരുത്തരും ചെയ്തുകൊണ്ട് കടന്നു വരണം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പല ഉപ്പമാരും പല പ്രിയപ്പെട്ട ചെറുപ്പക്കാരും വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുമ്പോ ആ പള്ളിയുടെ ഖബർസ്ഥാനിലേക്കൊന്ന് കടന്നുപോകും. എന്തിനാണത്? അങ്ങനെ പോയാൽ എന്തെങ്കിലും നേട്ടമോ വല്ലതുമുണ്ടോ? ഖബറിൽ കിടക്കുന്ന പ്രിയപ്പെട്ട ഉമ്മാന്റെ അരികത്തൊന്ന് പോയി, ഖബറിൽ കിടക്കുന്ന ഉപ്പായുടെ അരികത്തൊന്ന് പോയി, ആ പ്രിയപ്പെട്ട ഉപ്പയുടെയും ഉമ്മയുടെയും അരികത്തൊന്ന് പോയി ദുആ ചെയ്യുന്നത് പോലെ ഒരു സ്നേഹം നമ്മൾ അവർക്കൊന്നും കൊടുക്കാനില്ല. നമ്മളെ പൊന്നുപോലെ നോക്കിയ, നമ്മളെ പൊന്നുപോലെ പഠിപ്പിച്ച, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൈപിടിച്ചുകൊണ്ട് നടന്നിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കരളിന്റെ കഷണങ്ങളായ പ്രിയപ്പെട്ട ഉപ്പമാരുമ്മമാർ 6 അടി മണ്ണാകുന്ന ഖബറിന്റെ അകത്തട്ടിലാണ്. വീട്ടിന്റെ ഉള്ളിൽ വേദന വരുമ്പോൾ പറയാ മക്കളുണ്ട്, വീട്ടിന്റെ ഉള്ളിൽ കാല് വേദനിച്ച പറയാ മക്കളുണ്ട്. ആ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കാൻ ആരാണുള്ളത്? ഒരാളുമില്ലല്ലോ. നാളെ നമ്മളും ചെന്ന് കിടക്കേണ്ടുന്നൊരവസ്ഥ വരുമല്ലോ. പള്ളിക്കാട്ടിലാണോ നാളെ മണിയറ,
കനമേറിടുന്ന കല്ലതിന്റെ മീതേ ഉള്ളിടുന്ന ചൂടു തിങ്ങും കല്ലറ നാം തുള്ളി നടക്കേണ്ട മണ്ണിൽ മീതേ പള്ളിക്കാട്ടിലാണു നാളെ മണിയറ കനമേറിടുന്ന കല്ലതിന്റെ മീതേ പൊള്ളിടുന്ന ചൂടു തിങ്ങും കല്ലറ നാം തുള്ളി നടക്കേണ്ട മണ്ണിൽ മീതേ. ആറടി മണ്ണാകുന്ന ഖബറിന്റെ അകത്തട്ടിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുവച്ചാൽ നമ്മുടെ ഭാര്യമാര് കടന്നു വരുമോ? ഇല്ല. നമ്മുടെ മക്കളിൽ എത്ര ആളുകൾ കടന്നു വരുമോ? ഉമ്മാന്റെ ബാപ്പാന്റെ ഖബറിന്റെ അരികത്ത് വരുന്ന ആൺമക്കളുണ്ടോ പെൺമക്കളുണ്ടോ? അവരെ പോലെ ഭാഗ്യമുള്ളവരില്ല, അവരെ പോലെ സന്തോഷമുള്ളവരില്ല. വെള്ളിയാഴ്ച ഖബറിലേക്ക്, ഖബറിന്റെ അരികത്ത് ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ട് പോകാൻ നമ്മുടെ മക്കളെ കൊണ്ട് കഴിഞ്ഞു പോയാൽ അതിനേക്കാൾ സൗഭാഗ്യം നമുക്കൊന്നും തന്നെയില്ല. അതിനേക്കാൾ സൗഭാഗ്യമൊന്നും തന്നെയില്ല. മഹാനായ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ പറഞ്ഞല്ലോ, ഏതൊരാളാ പ്രിയപ്പെട്ട ഉമ്മ ഖബറിലാണ്, പ്രിയപ്പെട്ട ഉപ്പ ഖബറിലാണ്. പ്രിയമുള്ളവരെ, തമുറു ഖാരിബി ജനബാതി ഖബരി കഅന്ന ഖാരിബി ലം നരിഫുനി. ആരാണ് ഓർക്കുന്നത്? ഖബറിൽ കിടക്കുന്ന ഉമ്മ വിളിക്കാണ്, മോനെ നീ വെള്ളിയാഴ്ച പള്ളിയിൽ വന്നതാ. ബാപ്പ വിളിക്കുന്നു, മോനെ നീ വെള്ളിയാഴ്ച പള്ളിയിൽ വന്നതാണ്. നീ നിന്റെ ചെരുപ്പ് ഒളിച്ചിടാനാണോ ഈ ബാപ്പയുടെ ഖബർ കണ്ടുപിടിച്ചത്? എന്റെ ബാപ്പയുടെ ഖബറിന്റെ ചാരയല്ലേ എന്ന് പറഞ്ഞ് ബാപ്പായുടെ സന്തൂക്കിന്റെ, ബാപ്പായുടെ ആ കല്ലിന്റെ പുറത്ത്, മീസാൻ കല്ലിന്റെ മറവിൽ നിന്റെ ചെരുപ്പ് കൊണ്ട് വെച്ചിട്ട് പോകാനുള്ളതാണോ? ഇന്ന് മിക്കവുള്ള പള്ളികളിലും കാണാം, ബാപ്പയുടെ മീസാൻ കല്ലിന് നേരെ താഴെ മകൻ ചെരുപ്പ് കൊണ്ട് വെച്ചിട്ട് പള്ളിയിലേക്ക് പോവാ. ആരും ചോദിച്ചാ പറയല്ലേ, എന്റെ ബാപ്പാന്റെ ഖബറിന്റെ പുറത്തല്ലേ ഞാൻ വെച്ചത് അല്ലേ? എന്നാൽ അവിടെ നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ കരളിന്റെ കഷണമായ പ്രിയപ്പെട്ട ഉപ്പാക്കൊരു ഫാത്തിഹ ഓതാൻ പറ്റുമോ? ആ ഉപ്പക്കൊരു ഫാത്തിഹ ഓതാൻ പറ്റുമോ? യാ അല്ലാഹ്, എന്റെ ഉപ്പ പാപമാണ്, അവരുടെ പാപങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ലാഹ്. എന്റെ ഉപ്പ പാവമാണ്, എന്റെ ഉമ്മ പാവമാണ്, അവരുടെ പാപങ്ങളെല്ലാം നീ പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാ. അതേ ഒരു ദിവസം, എല്ലാ ദിവസവും ഉമ്മാന്റെ ഖബറിന്റെ ചാരത്ത് വരുന്ന പ്രിയപ്പെട്ട പൊന്നുമോൾ റാഹിബാ ബീവി റളിയല്ലാഹു തആല അൻഹ, റാഹിബാ ബീവിയുടെ ഖബറിന്റെ ചാരത്ത്, ഖബറിന്റെ അരികത്ത് എല്ലാ ദിവസവും പ്രിയപ്പെട്ട പൊന്നുമോൻ ഇങ്ങനെ കടന്നു വരികയാണ്. ആ പൊന്നുമകൻ ഇങ്ങനെ കടന്നു വരുമ്പോ മദീനത്തിന്റെ മണിമുത്തിന്റെ പേരിൽ സ്വലാത്തുകൾ ചെല്ലുകയാണ്. ഏതെങ്കിലും ഒരാൾ വെള്ളിയാഴ്ച ദിവസത്തിൽ ഉപ്പയുടെ ഉമ്മയുടെ ഖബറിന്റെ അരികത്ത് പോയി അവിടെ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആ ഖബർവാസിയുടെ പാപങ്ങൾ അല്ലാഹു മാച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ, പടച്ച റബ്ബേ, റാഹിബാ ബീവിയുടെ പ്രിയപ്പെട്ട പൊന്നുമകൻ കടന്നു വന്നു. പക്ഷേ ഒരു ദിവസം മകനിക്ക് വരാൻ പറ്റിയില്ല. അന്ന് റാഹിബാ ബീവി റളിയല്ലാഹു അൻഹ പുന്നാര മകനെ കിനാവിൽ വന്നുകൊണ്ട് കാണിക്കുകയാണ്, ഉമ്മാനെ മറന്നോ, ഉമ്മാനെ വെറുത്തോ, എന്തേ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉമ്മാന്റെ ഖബറിന്റെ അരികത്തേക്ക് വരാത്ത എന്താ? ചോദിക്കാണ്, മോനെ കഴിഞ്ഞ വെള്ളിയാഴ്ച എപ്പോഴും നീ ഉമ്മാന്റെ ഖബറിന്റെ അരികത്ത് വരുന്നതാണ്, കഴിഞ്ഞ വെള്ളിയാഴ്ച എന്തുകൊണ്ട് ഉമ്മാന്റെ ഖബറിന്റെ അരികത്ത് വന്നില്ല? റാഹിബാ ബീവി അവിടെ നിന്ന് ചോദിക്കുകയാണ്. ഉറക്കത്തിൽ നിന്ന് മകൻ അവിടെ നിന്ന് ഞെട്ടിമുണർന്നു, വീട്ടിലേക്ക് ഓടുകയാ. അല്ലാഹുവേ, ഞെട്ടിമുണർന്നിട്ട് ഖബറിന്റെ അരികത്തേക്ക് പോവുകയാണ്. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. ഖബറിന്റെ അരികത്ത് പോവുകയാണ്. ഉടൻ തന്നെ മറ്റ് ഖബർവാസികൾ മുഴുവനും ഖബറിൽ കിടക്കുന്ന റാഹിബയോട് പറയുന്നു, റാഹിബ, നിങ്ങളുടെ പൊന്നുമകനതാ കടന്നു വരുന്നു. റാഹിബ, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മകനാണ്. അങ്ങനത്തെ മകനല്ലേ റാഹിബ കടന്നു വരുന്നത്. റാഹിബ ബീവിയോട് പറയാ, നിങ്ങളുടെ മകൻ കടന്നു വരികയാണ്. റാഹിബ മാത്രവുമല്ല,
നിങ്ങളുടെ മകൻ ഇവിടെ കടന്നു വന്ന് നിന്നുകൊണ്ട് സ്വലാത്തുകൾ ചൊല്ലുമല്ലോ, ആ ചൊല്ലുന്ന സ്വലാത്ത് അത് റബ്ബിന് ഇഷ്ടമാണ്. ആ ചൊല്ലുന്ന സ്വലാത്ത് കൊണ്ട് നമ്മുടെ സകലമാന പാപങ്ങളും, ഈ ഖബറിന്റെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന സകലമാന പാപങ്ങളും അല്ലാഹു പൊരുത്തപ്പെട്ടു റാഹിബ. കാരണം എന്തെന്നറിയോ? നിന്റെ സ്വാലിഹായ മകനെ കൊണ്ടാണ് റാബിഹ, അല്ലയോ റാഹിബ. എന്തുകൊണ്ടാണ് ഇതുപോലെ നമ്മുടെ ഖബർ പോലും പ്രകാശപൂരിതമായത്? റാഹിബ, മറ്റൊന്നും കൊണ്ടല്ല. നിങ്ങളുടെ കരളിന്റെ കഷണമായ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ ഈ വഴിക്ക് വരുമ്പോ എപ്പോഴും സ്വലാത്ത് ചൊല്ലിയിട്ടേ കടന്നിരിക്കുള്ളൂ, സ്വലാത്ത് ചൊല്ലിയിട്ടേ ഖബറിന്റെ അരികത്ത് കൂടെ വരുള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യും, പടച്ചവനെ ഈ ഖബറിൽ കിടക്കുന്നവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണേ. അങ്ങനെ ദുആ ചെയ്തപ്പോ ആ ഖബറിന്റെ ഉള്ളിൽ കിടന്ന ഞങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തആല പൊരുത്തപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകുന്ന ഭർത്താവിനോട്, പള്ളിയിൽ പോകുന്ന മക്കളോട് പറയണേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ അരികത്തൊന്ന് പോകുമോ, ഒരു സലാം പറയുമോ? ഈ പൊന്നുമകള് പറഞ്ഞ പൊന്നുമകൻ പറഞ്ഞൊരു സലാം പറയുമോ? എന്റെ ഉപ്പക്ക് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യുമോ? എത്രയോ ആളുകളാണെന്ന് വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് ഇതുപോലെ ഒരുമിച്ച് കൂടിയിട്ട് നമ്മൾ ദുആരക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പള്ളിയിലേക്ക് പോകുന്നവരെ കണ്ടാൽ, സഹോദരങ്ങളെ കണ്ടാ, മോനെ ഉമ്മാക്കൊന്ന് ദുആ ചെയ്യുമോ, ഉമ്മാക്കൊന്ന് ദുആ ചെയ്യുമോ, ബാപ്പക്കൊന്ന് ദുആ ചെയ്യുമോ? അതുകൊണ്ടാണ് പള്ളിയിൽ പോകുന്നവരോട് പറയണം, എന്റെ വാപ്പാക്കൊരു സലാം പറയണം, എന്റെ ഉമ്മക്കൊരു സലാം പറയണം. അന്തിമയാത്ര നീഗമിക്കും, അവസാന യാത്രയും നീ സഹിക്കും. ആരും സഹായിക്കാനില്ലാത്തൊരു യാത്ര. നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ട് ഉമ്മക്ക് വേണ്ടി ബാപ്പക്ക് വേണ്ടി ദുആരക്കണം എന്നവിടെന്ന് പറഞ്ഞു വിടുമ്പോൾ, ആ മക്കൾ ദുആ ചെയ്യുകയാണെങ്കിൽ, ആ പ്രിയപ്പെട്ട ഉപ്പക്ക് വേണ്ടി ദുആ ചെയ്താല്, ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്താൽ, നാളെ നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് വേണ്ടി ദുആരക്കും ഉറപ്പാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്താൽ നാളെ നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹുവേ, പടച്ചവനെ, പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സങ്കടപ്പെടുന്നവരുണ്ട്, വിഷമത്തിൽ കഴിയുന്നവരുണ്ട്. ആരൊക്കെ എന്തൊക്കെ രോഗത്തിലാണോ അതെല്ലാം നീ മാറ്റണേ അല്ലാഹുവേ. കരുണക്കടലായ തമ്പുരാനെ, അല്ലാഹുവേ, ഗർഭാശയ രോഗം വന്നവർ, അല്ലാഹ് വയറ്റിൽ മുഴ വളർന്നവർ എന്ന് പറഞ്ഞ് ദുആ ചെയ്യാ പറഞ്ഞവരുണ്ട് റബ്ബേ. അങ്ങനെ എത്രയോ സഹോദരിമാരാണ്, അവരുടെയൊക്കെ വേദനകളും രോഗങ്ങളും സങ്കടങ്ങളൊക്കെ ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റണേ അല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട പുന്നാര ഉമ്മാനെ ഓർക്കുമോ? ഇന്ന് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസത്തെ ദുആ പോലത്തെ ഒരു ദുആ ഇല്ല, അല്ലാഹു മടക്കാത്ത ഒരു ദിവസമാണ്. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മക്ക് വേണ്ടിയിട്ട് പാപ്പക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പോവുകയാണ്. ആരും പോകാതെ മനസ്സറിഞ്ഞൊന്ന് ആമീൻ പറയുമോ? പ്രഭാഷണം കഴിഞ്ഞെന്ന് പറഞ്ഞ് പോകരുത്. ഒരു മിനിറ്റ് ആണെങ്കിലും ഈ ദുആയിൽ നിങ്ങൾ സംഗമിക്കണം ഇൻഷാ അല്ലാഹ്. നാളെ നമുക്ക് വേണ്ടപ്പെട്ട ഉപദേശം നാളെയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹ്. ഇത് ദുൽഹിജ്ജ ഒന്നാണ്. പടച്ചോനെ, ഞങ്ങളുടെ ജീവിതത്തിൽ കടങ്ങളുള്ളവരുണ്ട്, സങ്കടങ്ങളുള്ളവരുണ്ട്, വിഷമങ്ങളുള്ളവരുണ്ട്, ദുഃഖങ്ങളുള്ളവരുണ്ട്, ആവലാതിയുള്ളവരുണ്ട്, വേവലാതിയുള്ളവരുണ്ട്. യാ അല്ലാഹ്, എല്ലാവരുടെ പ്രയാസങ്ങളെയും നീ മാറ്റണേ അല്ലാഹ്, വിഷമങ്ങളെ മാറ്റണേ അല്ലാഹ്, ദുഃഖങ്ങളെ മാറ്റണേ അല്ലാഹ്. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ നല്ലതുപോലെ, ഒരുപാട് ദിക്റുകൾ ചൊല്ലിക്കോ. ഇന്ന് റബ്ബേ, നിനക്ക് വേണ്ടി ദിക്റ് ചൊല്ലാനുള്ള മനസ്സ്
നാവും തരണേ അല്ലാ. പടച്ചോനെ മാലിക്കുൽ മുലൂക്കായ അല്ലാ, എല്ലാ ദിവസവും ഇതുപോലെ കടന്നിരിക്കുന്ന ഉപ്പമാര്, ഉമ്മമാര്, സഹോദരങ്ങള്, കൊച്ചുമക്കള് പലരും രോഗികളാണ് റബ്ബേ, പലരും പ്രയാസമുള്ളവരാണ് റബ്ബേ. അവരുടെയൊക്കെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലോ. പടച്ചവനെ ഞങ്ങളുടെ പലരുടെയും പുന്നാര ഉപ്പമാര്, പൊന്നുമ്മമാര് പലരും ഖബറിലാണ് റബ്ബേ. അല്ലാഹുവേ അവരുടെയൊക്കെ ഖബറിടങ്ങളെ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലോ, സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലോ, ആനന്ദത്തിന്റെ വീടാക്കണേ റഹ്മാനെ. അങ്ങനെ ഞങ്ങളുടെ പല ഉപ്പമാര് ഇന്നത്തെ ഞങ്ങളുടെ ദുആകാത്ത് കിടക്കുന്നുണ്ട്. അല്ലാഹുവേ അവരുടെ ഖബറിൽ എന്തെങ്കിലും ശിക്ഷകൾ ഉണ്ടെങ്കിൽ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റണേ അല്ലാ, മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റണേ അല്ലാ, മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാളെയും നീ മോശമാക്കല്ല അല്ലാ, സങ്കടപ്പെടുത്തല്ല അല്ലാ, വിഷമത്തിലാക്കല്ല അല്ലാ, ബുദ്ധിമുട്ടിലാക്കല്ല പടച്ചവനെ. അല്ലാഹുവേ ആരൊക്കെ രോഗമായി കിടക്കുന്നോ, സങ്കടത്തിൽ കഴിയുന്നോ, വിഷമത്തിൽ കഴിയുന്നോ, എല്ലാവരുടെ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. എന്റെ ഉപ്പാന്റെ ആണ്ട് ദിവസമാണെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ ആ പ്രിയപ്പെട്ടവരുടെ ഉപ്പാന്റെ ഖബർ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ അല്ലാ, സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലാ. നേരം പോക്കാക്കുന്ന, രസിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന മാലാകമാര് ആ ഖബറിടത്തിൽ നീ നിറച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ഇന്നത്തെ ഈ മജ്ലിസിൽ കൊച്ചുമക്കൾ മരിച്ചവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ പലരും പല ആഗ്രഹങ്ങൾ പറഞ്ഞവരുണ്ടല്ലാ. എല്ലാവരുടെ മനസ്സിന്റെ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. കടങ്ങളുള്ളവരുടെ കടങ്ങളെ മാറ്റണേ അല്ലാ, രോഗമുള്ളവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ, സങ്കടമുള്ളവരുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ, ദുഃഖമുള്ളവരുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ. ആവലാതിയും വേവലാതിയുമുള്ള എല്ലാവരുടെ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാ. പടച്ചവനെ രോഗങ്ങൾ കൊടുത്തിട്ട്, സങ്കടങ്ങൾ കൊടുത്തിട്ട് നീ പ്രയാസപ്പെടുത്തല്ല അല്ലാ. അല്ലാഹുവേ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പാടുപെടുമ്പോ അതിലെന്തെല്ലാം പ്രയാസങ്ങൾ വന്നോ, എന്തെല്ലാം സങ്കടങ്ങൾ വന്നോ അതൊക്കെ അറിയുന്ന അല്ലാ. അവരുടെ എല്ലാ സങ്കടങ്ങളും നീ മാറ്റിയിട്ട് ജീവിതത്തിൽ സന്തോഷം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ പലരുടെയും ഉപ്പമാരുമ്മമാര് പ്രിയപ്പെട്ടവര് പലരും വിട പറഞ്ഞ് ഖബറിലാണ്. അല്ലാഹുവേ അവരുടെ ഖബറിടങ്ങളെ സ്വർഗത്തിന്റെ വീടാക്കണം റബ്ബേ, സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലാ. ഈ മജ്ലിസ് കണ്ടുകൊണ്ടിരിക്കുന്നവരാക്കും മാനസികമായ രോഗം കൊടുക്കല്ലേ അല്ലാ, സങ്കടം കൊടുക്കല്ലേ അല്ലാ, ദുഃഖം കൊടുക്കല്ലേ അല്ലാ. കടങ്ങൾ കൊണ്ട് വലഞ്ഞവരുണ്ട് റബ്ബേ, അവരുടെ കടങ്ങളൊക്കെ മാറ്റണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.